ഇനി ജെൻസി മാനിഫെസ്റ്റോ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. അപ്പോൾ നമുക്ക് തുടങ്ങുമല്ലേ? സെറ്റല്ലേ? പിന്നെന്താ, എല്ലാം സെറ്റാണ്. നമ്മളിതാ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ചൂടോടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ട് ആരാ അത്? യെസ്, തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഖിൽ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ധന്യ, മാരാര് മിന്നിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മുടെ ചൂടേറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഇവിടെ സെറ്റാണ്. ചേട്ടൻ സെറ്റല്ലേ? ഞാൻ സെറ്റ്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ആരാണ് അഖിൽ മാരാർ? ഒറ്റ വാക്കിൽ എന്താണ് ഉത്തരം? അഖിൽമാർ വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിച്ചവൻ്റെ ഒരു പോരാട്ടമുണ്ട് കഴിഞ്ഞ 37 വർഷത്തെ ജീവിതത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രത്യേകത, ഈ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനുശേഷം ജീവിതത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഈ നിങ്ങളൊക്കെ കാണുന്ന ഇന്നത്തെ ഒരു അഖിൽ മാരാരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നൊരു ചേഞ്ച് ഉണ്ട്. ആ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയും. അപ്പം തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസും അല്ലെങ്കിൽ ജനങ്ങളും ഉള്ളൊരു മണ്ഡലമാണ്. ഒരു അപ്പർ ക്ലാസ് കാറ്റഗറിപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ 2 മനുഷ്യരെയും മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇന്നും അമ്മ തൊഴിലുറപ്പിന് പോകുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു മകൻ. ഇപ്പോൾ ജനങ്ങൾ പറയാണ് അവൻ കുറച്ച് ഷോർട്ട് ടീമാണ്, അവന് നമുക്ക് സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അഖിൽ മാരാർ എങ്ങനെ പ്രതികരിക്കും? അത് ജീവിതത്തിൽ ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്നോട് തോന്നുന്ന ഫ്രസ്ട്രേഷൻ മാത്രമാണ്. ഞാൻ ആക്ച്വലി ഒരു ഷോയും കാണിക്കാത്ത ഒരാളാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ വലിയ ഷോ ഓഫ് എൻ്റെ അടുത്ത് കാണിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ അപ്പുറത്തെ ഷോ ഞാൻ കാണിക്കും. ഇപ്പൊ ഞങ്ങൾ പറയാണ് അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും reaction? എന്തായിരിക്കും? എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ അഖിൽ മാരാരുടെ ജനാധിപത്യം എന്താ അങ്ങനെയാണെങ്കിൽ? എൻ്റെ ജനാധിപത്യം എന്താണ്? ഈ രാജ്യത്ത് നിശബ്ദനാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലാ സമയത്തും ഉയർന്ന് സംസാരിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ മറ്റൊരുത്തൻ്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടണം. താൻ പോയിട്ട് റോട്ടിൽ ഒരു അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും, നീ ആരടി എന്നൊരു ചോദ്യം വരും. 24-ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തൻ്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ്. ചേട്ടനൊരു അല്ലെങ്കിൽ അഖിൽ മാരാർ ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? നീ കൂടുതൽ വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ അത് പറയുന്നതിൻ്റെ വിവരക്കേടെന്ന് പറയാൻ പറ്റും. എന്താണ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം? പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ പറയുന്ന പകുതിയെ വിശ്വസിക്കും. നമുക്കിട്ടുന്ന ലാസ്റ്റ് പകുതിയെ നിങ്ങൾ വിശ്വസിക്കാവൂ, പകുതി സത്യം നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.